അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, എല്ലാവർക്കും റാഹത്തല്ലേ? നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും ഈ പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസത്തിൻ്റെ ഹക്ക് ജാവ് ബർക്കത്ത് കൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല മാറ്റി തരട്ടെ. ആമീൻ. നമ്മുടെ എല്ലാ മുറാദുകളും റബ്ബ് ഹാസിലാക്കി തരട്ടെ. ആമീൻ. നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, മറ്റ് ബന്ധുമിത്രാദികൾ എല്ലാവരുടെയും ഖബറ് വിശാലമാക്കി കൊടുക്കട്ടെ. പാപങ്ങൾ പുറത്ത് ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടട്ടെ. ആമീൻ. പരിശുദ്ധ റമദാൻ മാസം ചെയ്യുന്ന പുണ്യങ്ങൾക്ക് ഇരട്ടി പ്രതിഫലവും ചോദിക്കുന്നതിന് റബ്ബ് സുബ്ഹാനഹു വ തആല ഉടനടി ഉത്തരം നൽകുകയും ചെയ്യുന്ന മാസമാണിത്. നമ്മിൽ ഭൂരിഭാഗം ആളുകൾക്കുമുള്ളതാണ് സാമ്പത്തിക പ്രയാസം. ഈ പറയുന്ന ദിക്റുകൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക. നമ്മുടെ സാമ്പത്തിക പ്രയാസം മാറിക്കിട്ടുന്നതിനും കടം വീടാനും സഹായിക്കുന്ന ദിക്റുകളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഈ ദിക്റുകൾ മുറുകെ പിടിക്കുന്നവർക്ക് സാമ്പത്തികമായ ഉയർച്ചയും അതുപോലെ കടം വീടാനുള്ള പണം നീ പോലും അറിയാതെ പണം നിൻ്റെ കയ്യിൽ വന്നു ചേരുകയും ചെയ്യുന്നതാണ്. ഇൻഷാ അല്ലാഹ്. എല്ലാവർക്കും ചെല്ലാൻ കഴിയുന്നതും വളരെ ചെറുതും എളുപ്പവുമുള്ള ദിക്റുകളാണവ. ഏതാണെന്ന് നോക്കാം. യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബു. യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബു. യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബു. ഇതിൻ്റെ അർത്ഥം നോക്കാം. യാ ഫത്താഹു എന്നാൽ വിജയം നൽകുന്നവൻ. യാ റസാഖു എന്നാൽ ആഹാരം നൽകുന്നവൻ. യാ കരീമു എന്നാൽ ഔദാര്യവാൻ. യാ വഹാബു എന്നാൽ ഉദാരൻ. ഈ ദിക്റുകൾ നമ്മൾ ആത്മാർത്ഥതയോടെ ചൊല്ലുക. നമ്മുടെ ആത്മാർത്ഥതയ്ക്കനുസരിച്ച് നമുക്ക് പ്രതിഫലം ലഭിക്കുന്നതാണ്. സ്ത്രീകൾക്ക് അശുദ്ധി സമയത്തും ചൊല്ലാവുന്നതാണ്. ഇതിന് പ്രത്യേക സമയമെന്നൊന്നുമില്ല, എല്ലായ്പ്പോഴും നമുക്ക് ചൊല്ലാവുന്നതാണ്. പരിശുദ്ധമായ മുഹീദ്ദീൻ റാത്തീബിലെ ദിക്റുകളാണ് ഇവ. ഈ ദിക്റുകൾ മുറുകെ പിടിക്കുന്നവർക്ക് സാമ്പത്തിക പ്രയാസം ഉണ്ടായിരിക്കുകയില്ല. പണം വരുന്ന വഴിയിലെ തടസ്സങ്ങൾ നീങ്ങിപ്പോകും, വഴി വിശാലമാകും. ഈ ദിക്റുകൾ പതിവാക്കുന്നവർക്ക് അതിനുള്ള പ്രതിഫലം ലഭിക്കുന്നതാണ്. ഇതുപോലുള്ള ദിക്റുകൾ, സ്വലാത്ത്, മറ്റ് ഇസ്ലാമികപരമായ വീഡിയോകൾക്കും അൽനൂർ ദിക്ർ ദുആ എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണും വരെ അസ്സലാമു അലൈക്കും.